പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിലവിലെ ബോക്സ് ഓഫീസ് അട്രാക്ഷൻ WWE ഏറ്റവും കൂടുതൽ ആളുകളെ കാണാൻ ഇപ്പോൾ നമ്മളെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുന്നത് റോമൻ റീൻസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആണ്. ഇതേ റോമൻ റീൻസിനെ സംബന്ധിച്ച് ആരാധകർ പലർക്കും അറിയാത്ത എന്നാൽ അറിഞ്ഞിട്ടും മറന്നുപോയ ചില പോയിന്റുകളുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിക്കാനോ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പരിചയപ്പെടുത്താനോ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ചില സത്യങ്ങളാണ് റോമൻ റീൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തേത്, റോമൻ റീൻസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന് WWE നിന്ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള സസ്പെൻഷനോ അല്ലെങ്കിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ല പറയുന്നത്. കമ്പനിയുടെ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്തതിനെ സംബന്ധിച്ച്, കമ്പനിയുടെ പോളിസി വയലേറ്റ് ചെയ്തതിനെ സംബന്ധിച്ച് 2016 കൃത്യമായി പറഞ്ഞാൽ 10 വർഷങ്ങൾക്ക് മുൻപ് റോമൻ റീൻസിനെ 30 ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് WWE സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. WWE സൂപ്പർ സ്റ്റാർസ് കർശനമായി പാലിക്കേണ്ട ഒരു ടാലൻറ്റ് വെൽനെസ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം WWE ഉള്ളിൽ ഉണ്ട്. അതായത് ചില മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല, റെസ്ലേഴ്സ് എങ്ങനെയൊക്കെ പെരുമാറണം തുടങ്ങിയ ഒരു വലിയൊരു റൂൾ ലിസ്റ്റാണ് അത്. അതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ സസ്പെൻഡ് ചെയ്യും. നിരന്തരമായിട്ട് ആ ഒരു പോളിസി വയലേറ്റ് ചെയ്ത കമ്പനിയിൽ ഒരിക്കലും തിരികെ വരാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളും പുറത്താക്കൽ നടപടികളും ഈ സൂപ്പർ സ്റ്റാർസ് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പോളിസി വയലേറ്റ് ചെയ്ത റോമൻ റീൻസിന് എതിരെ സസ്പെൻഷൻ നടപടിയാണ് WWE 2016 സ്വീകരിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് റോമൻ റീൻസിനെ സസ്പെൻഡ് ചെയ്തത്. റോമൻ റീൻസ് സെത്ത് റോളിൻസിന് എതിരെ നേരിട്ട മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസമാണ് റോമൻ റീൻസിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ന്യൂസ് കമ്പനി പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം റോമൻ റീൻസിനെ സസ്പെൻഡ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതാണ്. അതായത് ഇനി ഈ ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞിട്ടുള്ള 30 ദിവസം റോമൻ റീൻസിനെ കമ്പനിയിൽ നിന്ന് മാറ്റി നിർത്താൻ പോകുകയാണ്. അപ്പോൾ സസ്പെൻഷൻ കൊടുക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ചാമ്പ്യൻഷിപ്പ് കൈവശപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് റോമൻ റീൻസ് സെത്ത് റോളിൻസിന് എതിരെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് പരാജയപ്പെടുത്തി. ഈ സസ്പെൻഷൻ റോമൻ റീൻസ് തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പോളിസി വയലേറ്റ് ചെയ്തതിനെ തുടർന്ന് തന്നെ കമ്പനി സസ്പെൻഡ് ചെയ്തു. ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു, താൻ തിരുത്തി മുന്നോട്ടേക്ക് വരും എന്നുള്ളത് സസ്പെൻഷൻ നേരിട്ട ആ ഒരു ദിവസത്തിൽ തന്നെ റോമൻ റീൻസ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ താൻ ചെയ്തത് ഒരു തെറ്റാണ് എന്നുള്ളത് റോമൻ റീൻസ് അപ്പോൾ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. സാധാരണ കുറേയധികം സൂപ്പർ സ്റ്റാർസ് ഇത്തരത്തിലുള്ള ഒരു പോളിസി വയലേഷൻ നടത്താറും സസ്പെൻഷൻ നേരിടാറും ഉണ്ട്. എന്നാൽ അവരൊന്നും അത് സോഷ്യൽ മീഡിയയിലൂടെയോ ഇൻ്റർവ്യൂകളിലൂടെയോ തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാറില്ല. അവിടെയാണ് റോമൻ റീൻസ് എന്ന് പറയുന്ന താരം കുറച്ചും കൂടി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഒരു ബഹുമാനം അർഹിക്കേണ്ട ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് അദ്ദേഹം അവിടെയാണ് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും പിന്നീട് ആ സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം കമ്പനിയിലേക്ക് തിരികെ വരികയും ചെയ്തു. പിന്നീട് മിഡ് കാർഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള സ്റ്റോറി ലൈനുകളും റൂസോവിനെതിരെയുള്ള സ്റ്റോറി ലൈനൊക്കെ ചെയ്ത് റോമൻ റീൻസ് പതുക്കെ മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് വന്ന് പിന്നീട് ഇപ്പോഴത്തെ ട്രൈബൽ ചീഫ് OTC 1 എന്ന ക്യാരക്ടറിലേക്ക് റോമൻ റീൻസ് എത്തുകയായിരുന്നു. അപ്പോൾ റോമൻ റീൻസിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു കുടുംബ ചരിത്രം പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സാധാരണ ഒരു WWE സൂപ്പർ സ്റ്റാറിനെ പോലെയുള്ള വലിയ കടമ്പകളൊക്കെ താണ്ടി തന്നെയാണോ റോമൻ റീൻസ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാതെ ഒറ്റയടിക്ക് റോമൻ റീൻസ് കമ്പനിയുടെ മുൻപന്തിയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ 2016 റോമൻ റീൻസിൻ്റെ സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ പല ആരാധകർക്കും ഓർമ്മയുണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്കാർക്കും അറിയുന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെച്ചത്. സസ്പെൻഷൻ നേരിടാനുള്ള കാരണം WWE ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ, ഒരു ഗുളിക റോമൻ റീൻസ് ഉപയോഗിച്ച് തുടർന്ന് വന്ന ടെസ്റ്റിൽ റോമൻ റീൻസ് ഫെയിലാകുകയും പിന്നെ അവർ റോമൻ റീൻസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത്. രണ്ടാമത്തേത്, റോമൻ റീൻസ് ഒരു ട്രൂ ജെന്റിൽമാൻ ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കൂടാതെ റോമൻ റീൻസ് ഒരു പക്ക ഫാമിലി മാൻ ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. WWE സൂപ്പർ സ്റ്റാർസിൻ്റെ പലരുടെയും ഒരു ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഫീമെയിൽ സൂപ്പർ സ്റ്റാർസുമായിട്ട് അല്ലെങ്കിൽ മെയിൽ സൂപ്പർ സ്റ്റാർസുമായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ അവർ അഫെയർ ഉണ്ടായിരിക്കും. അതായത് അവരുടെ WWE കരിയർ സമയത്ത് അവർ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ സൂപ്പർ സ്റ്റാറുമായി പ്രണയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ സൂപ്പർ സ്റ്റാറുമായി പ്രണയത്തിലായിരിക്കും. അതിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു പോയിന്റ് എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ റോമൻ റീൻസിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായി നമ്മൾ കാണുന്ന സെത്ത് റോളിൻസ്, ഡീൻ ആംബ്രോസ് പോലെ
പോലെയുള്ള താരങ്ങളൊക്കെ അവർ വിവാഹം കഴിച്ചിട്ടുള്ളത് പോലും WWE കോൺട്രാക്റ്റ് ഉണ്ടായിരുന്ന ചില വ്യക്തികളെയാണ്. ഇപ്പോൾ ബെക്കി ലിഞ്ചിനെയാണ് സെത്ത് റോളിൻസ് വിവാഹം കഴിച്ചിട്ടുള്ളത്. റിനി എന്ന് പറയുന്ന ഒരു റിംഗ് അനൗൺസറിനെയാണ് ഡീൻ ആംബ്രോസ് ജോൺ മോക്സ്ലി വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ WWE വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റ് സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു അഫെയർനെസ് ഉണ്ടായിരുന്നു. അതിൽ ചിലത് സക്സസ് ആകും, ചിലത് അൺസക്സസ് ആകും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹിസ്റ്ററി പല സൂപ്പർ സ്റ്റാർസിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് അത് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും റോമൻ റീൻസിൻ്റെ കാര്യത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാമുകിയെ തന്നെയാണ് 2014 റോമൻ റീൻസ് വിവാഹം കഴിച്ചത്. അതിനിടയിൽ റോമൻ റീൻസ് ഇത്തരത്തിലുള്ള ബാക്ക് സ്റ്റേജ് ഗോസിപ്പുകൾക്ക് യാതൊരുവിധ വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് സാഷ ബാങ്ക്സുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തേക്ക് വന്നത് റോമൻ റീൻസും സാഷ ബാങ്ക്സും തമ്മിൽ ഒരു അഫെയർ ഉണ്ട് എന്നുള്ള ഗോസിപ്പുകൾക്ക് തുടക്കം കുറിച്ചു എന്നുണ്ടെങ്കിലും അതിൽ യാതൊരുവിധ സത്യാവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം റോമൻ റീൻസിന് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നു. സാഷ ബാങ്ക്സ് ആണെങ്കിൽ എത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന് താല്പര്യം പ്രകടിപ്പിക്കാത്ത അപൂർവം ചില വുമൺ റെസ്ലേഴ്സിൽ ഒരാളായിരുന്നു. ഇവരുടെ മിക്സ്ഡ് ടാഗ് ടീം മത്സരങ്ങളിലെ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ടാണ് ആരാധകർ കൂടുതലും റോമൻ റീൻസും സാഷ ബാങ്ക്സും തമ്മിൽ അഫെയറിലാണ് എന്നുള്ള റിലേഷൻഷിപ്പിലാണ് എന്നുള്ളൊരു വാർത്തകൾ, റൂമേഴ്സ്, അത്തരത്തിലുള്ള ഗോസിപ്പുകൾ പുറത്തേക്ക് വിട്ടത്. എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ സത്യാവസ്ഥയും ആ ഒരു വാർത്തകൾക്ക് പിറകിൽ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യമെന്ന് പറയുന്നത്. അപ്പോൾ റോമൻ റീൻസ് മറ്റുള്ള WWE സൂപ്പർ സ്റ്റാർസിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തനാകുന്നത് WWE കരിയറിൽ 2026 വരെ എത്തി നിൽക്കുന്ന റോമൻ റീൻസിന് ഇതിനിടയിൽ ഒരൊറ്റ ഫീമെയിൽ സൂപ്പർ സ്റ്റാർസുമായിട്ട് ഒരു അഫെയർ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് പല റോമൻ റീൻസ് ആരാധകർക്കും അറിയാത്തൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോയിൻ്റായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു ഫാക്റ്റ്, റോമൻ റീൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വമ്പൻ റെക്കോർഡ് റസൽമീനിയ കൂടുതൽ മെയിൻ ഇവൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു റെക്കോർഡാണ്. ഇപ്പോൾ തന്നെ 10 റസൽമീനിയ മെയിൻ ഇവൻറ്റുകൾ റോമൻ റീൻസ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 6 വിജയിക്കുകയും 4 പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 10 റസൽമീനിയ മെയിൻ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ റോമൻ റീൻസിൻ്റെ പോലെ 2 കണ്ട മറ്റൊരു റെസ്ലർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഭാവിയിൽ വരാൻ അത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന് ഉണ്ടാകുമോ എന്നുള്ളത് പോലും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം റോമൻ റീൻസിനെ പോലെ പണ്ട് മുതലേ ഇത്തരത്തിൽ നല്ലൊരു പുഷ് കിട്ടി 2026 വന്ന് നിൽക്കുമ്പോഴും ആ ഒരു പുഷ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന റെസ്ലേഴ്സൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. 2015 റസൽമീനിയ 31 ആദ്യമായിട്ട് റോമൻ റീൻസ് ഒരു റസൽമീനിയ മെയിൻ ഇവൻറ്റ് ചെയ്യുന്നത്. പിന്നീട് റസൽമീനിയ 32, 33, 34, പിന്നീട് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം 37, റസൽമീനിയ 38, 39, 40, 41. ഈ റസൽമീനിയ 40 2 ദിവസം റോമൻ റീൻസിൻ്റെ മത്സരങ്ങളായിരുന്നു മെയിൻ ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ 2026 റസൽമീനിയ 42 CM Punkനെതിരെയുള്ള മത്സരം കൂടി മെയിൻ ഇവൻറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. 11 റസൽമീനിയ മെയിൻ ഇവൻറ്റുകളാണ് റോമൻ റീൻസിന് കളിക്കാൻ സാധിക്കുന്നത്. റസൽമീനിയ മെയിൻ ഇവൻറ്റ് കളിക്കുക, അതിൽ വിജയിക്കുക, പരാജയപ്പെടുക, അല്ലെങ്കിൽ മെയിൻ ഇവൻറ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. കാരണം ലോകമെമ്പാടും ശ്രദ്ധ കിട്ടും. സാക്ഷാൽ ഹൾക്ക് ഹോഗന് പോലും 8 മെയിൻ ഇവൻറ്റുകൾ മാത്രമേ കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്തിനേറെ റോമൻ റീൻസിൻ്റെ കസിൻ, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസന് പോലും 6 റസൽമീനിയകളാണ് മെയിൻ ഇവൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെയാണ് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ റോമൻ റീൻസ് എങ്ങനെ മാറ്റിക്കുറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണൽ റെസ്ലിംഗിൽ റോമൻ റീൻസിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യങ്ങളാണ് നമുക്ക് റോമൻ റീൻസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോയിന്റുകളാണ് റോമൻ റീൻസിനെ സംബന്ധിച്ച് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. ഇനി ഇതിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റ് ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർസിനെ സംബന്ധിച്ചുള്ള കുറച്ച് ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.